പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിന് പോവാണ്. ഇതെന്റെ ലൈഫിലെ ഫസ്റ്റത്തെ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ആണ്. ഇനി അങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് ഈ വഴി മാത്രമായിരിക്കും കാണുക. ആ സമയത്ത് നമുക്ക് കുറച്ച് കഥയൊക്കെ പറയാം. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ ആവണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കൊരു RJ ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം. ജീസസ് യൂത്തിന്റെ പല പ്രോഗ്രാമുകൾക്കും പ്രൊമോഷൻ ചെയ്താണ് എൻ്റെ സൗണ്ടിന് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയില്ല. മാത്രമല്ല RJ ആവണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി എങ്കിലും വേണം. അങ്ങനെ നോക്കുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്താണെങ്കിലും RJ ആവാൻ പറ്റത്തില്ല. കാരണം എന്താ, എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിലവിൽ ഞാൻ കിട്ടുന്ന എല്ലാ പ്രോഗ്രാമിനും ആങ്കർ ചെയ്യാനും MC ചെയ്യാനും ഒക്കെ പോകാറുണ്ട്. അങ്ങനെ വളരെ യാദൃശികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പരസ്യം. എവിടെയാണ് നമ്മൾ സക്സസ് ആവാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. സാധാരണ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് പൊതുവേ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്, ഇത് ശരിയാകുമോ, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോകുമോ എന്നൊക്കെ. പക്ഷെ എൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ചെറുപുഴ ടൗണിൽ കൂടെ ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ആദ്യം എനിക്കൊരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെ വലിയ നാണമൊന്നുമില്ല. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ബാഗ് എടുക്കാൻ പോയി. കോളേജൊക്കെ തുറക്കല്ലേ, അപ്പോൾ ഒരു ബാഗൊക്കെ നോക്കാമെന്ന് വെച്ചു. അവിടെ ചെന്നപ്പോൾ കൊറിയൻ ബാഗും കുറേ അല്ലാത്ത ബാഗും എന്താണ്ടൊക്കെയോ കാണിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യം കുറച്ചുകൂടെ സ്പേസ് ഉള്ള ബാഗാണ്. കുഞ്ഞു ബാഗാണ് വേണ്ടത്, പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് സ്പേസ് ഉള്ള ബാഗാണ് വേണ്ടത്. കാരണം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരു 2-3 ജോഡി ഡ്രസ്സൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു ബാഗായിരിക്കണം. ഈ വയലറ്റ്, പിങ്ക്, പർപ്പിൾ എന്നൊക്കെ പറയുന്ന കളറുകൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കളറാണ്. പിന്നെ ഈ പിങ്കും പർപ്പിളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതെടുക്കണം എന്ന് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച പർപ്പിളിങ് എടുത്തു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ മേടിച്ച സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു കോൾ വന്നു. ആ കോളിൽ എന്താ പറഞ്ഞതെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഭയങ്കര എളുപ്പമായി. കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ച ഇതിൻ്റെ അകത്ത് ലൈറ്റിങ് പോരാന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതേ വർഷം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും പോവാണ്. പ്രാവശ്യം ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്? അച്ഛനുണ്ട് നമ്മുടെ കൂടെ, ചേട്ടായി ഉണ്ട് നമ്മുടെ കൂടെ. അവർ രണ്ട് സ്ഥലത്തോട്ട് വന്നു, ഞാൻ വേറൊരു സ്ഥലത്തോട്ട് വന്നു. റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പഴയ പോലെ വന്നു. ഇനി അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ.